അവളുടെ ആദ്യ ലക്ഷ്യം സെൻട്രൽ ലൈബ്രറി ആയിരുന്നു. പൊടിയുടെയും മഷിയുടെയും ഗന്ധം ഇപ്പോഴും തങ്ങി നിൽക്കുന്ന പഴയ കെട്ടിടം. പ്രാദേശിക ആർക്കൈവുകൾ ചോദിച്ചു വാങ്ങി 10 വർഷം മുമ്പുള്ള പഴയ പത്രങ്ങളും വാർത്തകളും അവൾ പരിശോധിച്ചു. എഡ്വേർഡ് എന്നു പേരുള്ള മനുഷ്യൻ വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഓരോ ഫോട്ടോയിലും ചെറിയ മാറ്റങ്ങളുണ്ടെങ്കിലും അത് ഒരേ മുഖം തന്നെയായിരുന്നു. വയലിനിസ്റ്റ്, ഭിക്ഷക്കാരൻ, ഒടുവിൽ നായകൻ. പക്ഷേ അവളെ സ്തംഭിപ്പിച്ചത് അവന്റെ ചിത്രമായിരുന്നില്ല, മറക്കപ്പെട്ട ഒരു മാഗസിനിൽ വന്ന ഒരു ലേഖനമായിരുന്നു. അതിന്റെ തലക്കെട്ട് ഇതായിരുന്നു: വയലിനിസ്റ്റും അവന്റെ നഷ്ടപ്രണയവും. ദുരന്തത്തിനു മുമ്പുള്ള എഡ്വേർഡിന്റെ ജീവിതത്തെക്കുറിച്ചായിരുന്നു ആ ലേഖനം. നദിക്കരയിലെ തിയേറ്ററിലെ പ്രകടനങ്ങളും അവന്റെ ജീവനായിരുന്ന പ്രണയിനിയും. മീര ലോൺ, ഒരു തീപിടുത്തത്തിൽ മരിച്ച സ്ത്രീ. ലിയയുടെ ഹൃദയം മിടിച്ചു. മീര, ആ പേര് അപരിചിതമെങ്കിലും എവിടെയോ കേട്ടതുപോലെ, വെള്ളത്തിനടിയിലൂടെ കേൾക്കുന്ന മന്ത്രം പോലെ. ആ ലേഖനത്തോടൊപ്പമുള്ള ഫോട്ടോയിൽ എഡ്വേർഡിന്റെ അരികിൽ നിൽക്കുന്ന ഒരു യുവതി ഉണ്ടായിരുന്നു. അവളുടെ കൈകൾ എഡ്വേർഡിന്റെ തോളിൽ ചേർത്തു വച്ചിരിക്കുന്നു. അവളുടെ ചിരി മൃദുവും തെളിച്ചമുള്ളതുമായിരുന്നു. എങ്കിലും അവളെ കണ്ടപ്പോൾ ലിയയുടെ തൊണ്ട വരണ്ടു. കാരണം ഫോട്ടോയിലെ ആ സ്ത്രീക്ക് ലിയയുടെ അതേ മുഖമായിരുന്നു. അവളുടെ ഞെട്ടൽ ശ്രദ്ധിച്ചാൽ ലൈബ്രറിയൻ ചോദിച്ചു, കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? കണ്ണുനീർ അടക്കി പിടിച്ച് ലിയ ചോദിച്ചു, ഈ ലേഖനം എഴുതിയത് ആരാണ്? എനിക്കവരെ കണ്ടെത്തണം. രേഖകൾ പരിശോധിച്ചിട്ട് ലൈബ്രറിയൻ പറഞ്ഞു, ഒരു പ്രാദേശിക റിപ്പോർട്ടർ, ഹാർപ്പർ ക്ലൈൻ. അദ്ദേഹം ഇപ്പോൾ വിരമിച്ചു. നദിക്കരയിലാണ് താമസം. ലിയ നന്ദി പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി. അവളുടെ ചിന്തകൾ കാട് കയറുകയായിരുന്നു. ഇത് പുനർജന്മമാണോ? ഓർമ്മകൾ കൈമാറ്റം ചെയ്യപ്പെട്ടതാണോ? അതോ അവൾക്ക് ഭ്രാന്താവുകയാണോ? എന്തായാലും ഇതിനെ ഇനിയും അവഗണിക്കാൻ കഴിയില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. അസ്തമയ സമയത്ത് നദിക്കരയിലുള്ള ആ പഴയ കോട്ടേജിനു മുന്നിൽ അവൾ എത്തി. പൂമുഖത്ത് കാറ്റാടികൾ ശബ്ദമുണ്ടാക്കുന്നുണ്ടായിരുന്നു. സ്വെറ്റർ ധരിച്ച ഒരു വയോധികൻ വാതിൽ തുറന്നു. ജിജ്ഞാസ നിറഞ്ഞ ചാരനിറമുള്ള കണ്ണുകൾ. ഹാർപ്പർ ക്ലൈൻ? അവൾ ചോദിച്ചു. അദ്ദേഹം തലയാട്ടി. അതെ, ഞാനാണ്. കുട്ടി? എന്റെ പേര് ലിയ വിന്റേഴ്സ്. എഡ്വേർഡിനെയും മീരാലോണിനെയും കുറിച്ച് നിങ്ങൾ എഴുതിയത് ഞാൻ വായിച്ചു. ആ മനുഷ്യന്റെ ഭാവം മാറി, സങ്കടം നിറഞ്ഞ ഒന്നായി. ആ, അത് വർഷങ്ങൾക്ക് മുമ്പല്ലേ? നമുക്ക് അവരെക്കുറിച്ച് സംസാരിക്കാമോ? അദ്ദേഹം അവളെ അകത്തേക്ക് ക്ഷണിച്ചു. പഴയ പേപ്പറിന്റെയും കറുവപ്പട്ടയുടെയും ഗന്ധം ആ കോട്ടേജിൽ തങ്ങി നിന്നിരുന്നു. നദി ചില്ലുപോലെ തിളങ്ങുന്നത് കാണാവുന്ന ജനാലക്കരിയിൽ അവർ ഇരുന്നു.